യങ് എൻ്റർപ്രണേഴ്സിന് താങ്കൾ ഒരു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അഡ്വൈസ് എന്തായിരിക്കും? നോക്കൂ, ഞാൻ എപ്പോഴും ഞാൻ മന്ത്രിയാകുമ്പോൾ പറഞ്ഞ ഏറ്റവും നല്ല കാലം ഒരു ഓൺട്രപ്രണർ ആവാൻ ഇന്നാണ്. ഓക്കെ. കാരണം ഇറ്റ് ഈസ് നെവർ ബീൻ ഈസിയർ ടു ബി എൻ ഓൺട്രപ്രണർ. ഓക്കെ. അതേസമയം ബിക്കോസ് ഇറ്റ് ഈസ് നെവർ ബീൻ ഈസിയർ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമ്പറ്റീറ്റീവ്. അപ്പോൾ ഇന്ന് സക്സസ്ഫുൾ ആവാൻ നിങ്ങൾ ടോപ്പ് ഓഫ് ദ ഗെയിം ആയിരിക്കണം. നിങ്ങളുടെ കഴിവും നിങ്ങളുടെ ഗ്രിറ്റും ഡിറ്റർമിനേഷനും കാഴ്ചപ്പാടും ഇതെല്ലാം യു ഹാവ് ടു ബി വെരി സ്മാർട്ട് ടു ബി സക്സസ്ഫുൾ. പണ്ട് കാലത്ത് എൻ്റെ സമയത്തെല്ലാം ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിന് ഇത്ര റെയറായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കെല്ലാം ഓക്കെ സ്ട്രഗിൾ ചെയ്യണം, ചെയ്യേണ്ടി വരും, അതെല്ലാം ഓക്കെ. പക്ഷേ അങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല. ഇന്ന് അതല്ല. ബാരിയർ ടു എൻറ്റർ ആൻഡ് ബിക്കം എ ഓൺട്രപ്രണർഷിപ്പ്, കാശ് നോ ഇഷ്യൂ. പണ്ട് കാലത്തെല്ലാം കാശില്ല, ഐഡിയ ഉണ്ടെങ്കിൽ കാശില്ല, അത് ആരെങ്കിലും കാല് പിടിക്കണം, ബാങ്ക് പോകണം, ആദ്യം ഒരു പൊളിറ്റീഷ്യന് അറിയില്ലെങ്കിൽ ലോൺ കിട്ടില്ല. അതൊന്നുമല്ല ഇന്നൊരു ചെറുപ്പക്കാരി ഒരു യങ് ഓൺട്രപ്രണർ ആണെങ്കിൽ കാശ് ഇഷ്യൂ അല്ല, ക്രെഡിറ്റ് ഇഷ്യൂ അല്ല, സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കാൻ ഇഷ്യൂ അല്ല. പക്ഷെ സക്സീഡ് ചെയ്യാൻ ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് സ്കിൽസും ഒരു ടെമ്പറമെൻറ്റിൻ്റെ ആവശ്യമുണ്ട്.